പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പ്രൊഫസർ അലിയ. ഞാൻ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ ഒരു സ്റ്റാളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇത്തവണ ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ്. പുസ്തകത്തിൻ്റെ പേര് ശബ്ദകല, ആവിഷ്കാരവും അനുഭവങ്ങൾ. കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ടായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും അതല്ലാതെ വിവരണം നൽകുന്ന ആളെന്നുള്ള നിലയിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഇക്കാലയളവിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു സഞ്ചയമാണ് ഈ പുസ്തകം. ഒലിയവാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് ഞാൻ എഴുതിയ 2ാമത്തെ പുസ്തകമാണ്. ലിപി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം ഇറക്കിയിരിക്കുന്നത്. ആൽപൈൻ ട്രയൽസ് ആൻഡ് ഹണിഡ് ടെയിൽസ് എന്നാണ് പേര്. ഇത് ഒരു ട്രാവലോഗാണ്. യൂറോപ്പിലെ പ്രത്യേകിച്ചും പ്രധാനമായും ഓസ്ട്രിയ, സ്ലോവേനിയ ഭാഗങ്ങളിലുള്ള യാത്രയെ പറ്റിയുള്ളതാണ്. ഞാൻ എഴുതിയ എൻ്റെ ആദ്യത്തെ പുസ്തകമാണ് അണയാത്ത വിളക്ക്. എൻ്റെ പേര് അബ്ദുള്ള മാങ്ങാട്ട്. ഞാൻ കോഴിക്കോട് സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുകയാണ്. എൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഷാർജ ഈ പുസ്തകമേളയിലേക്ക് വന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ ഭരണാധികാരികൾ, ഇവിടുത്തെ ഭരണകൂടം ഈ വായനയ്ക്ക് എത്രത്തോളം പ്രോത്സാഹനം കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ഓരോ സ്റ്റെപ്പുകളിലും ഓരോ അടികളിലും നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പേര് ഷാമിൽ വെലേ. ഞാനൊരു റൈറ്ററും വായനക്കാരനുമാണ്. ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ 4 കൊല്ലങ്ങളായിട്ട് മുടങ്ങാതെ വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് പണി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാനിവിടെ എന്നും ഉണ്ടാവും. അതിമനോഹരമായിട്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഞാൻ ഏകദേശം ഇവിടുന്ന് 2021 ഒരു പുസ്തകം വാങ്ങിയിട്ടുണ്ട്. ഒരു കുഞ്ഞു പെങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ആ ഒരു പെങ്ങളെ ഒരു നോവൽ എന്ന് പറയുമ്പോൾ അവർ പഠിച്ചു വലുതായി മറ്റുള്ളവരെ സഹായിക്കുന്ന, അവര് എങ്ങനെയാണോ കഷ്ടപ്പെട്ട് വന്നത് ആ കഷ്ടപ്പാട് മറ്റുള്ള കുട്ടികൾക്ക് വരുത്താതെ അവരെ പഠിപ്പിച്ചു വരുന്ന ഒരു നോവലാണ് ഞാൻ വായിച്ചത്. അത് എന്നും ഞാൻ ഇതിന്റെ ഉള്ളിൽ വരുമ്പോൾ അത് എന്റെ മനസ്സിൽ അത് എപ്പോഴും ഇങ്ങനെ റിമൈൻഡർ ആയിട്ട് ഒരു ഫിലിം പോലെ എപ്പോഴും ഇത് കറങ്ങി ഇങ്ങനെ കളിക്കും. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഇന്ന് ഇവിടെ വന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടും. അത്തരത്തിലൊരു നിമിഷമായിരുന്നു ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ. അതിനെ എന്നെ സഹായിച്ചത് സുലൈമാനിക്കയുടെ ഞങ്ങളുടെ സ്കെലറ്റൻ എന്ന ബുക്കിന്റെ പ്രകാശനമായിരുന്നു. അതിനുവേണ്ടി വന്നാണ്.